എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലാണ്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൽ സംബന്ധിക്കുവാനും അതുപോലെ തന്നെ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. തിരുനാളിൻ്റെ അവസാന ദിവസമായ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. പള്ളിയിലെ മനോഹരമായ രാത്രി കാഴ്ചകൾ, അതുകൂടാതെ പ്രദക്ഷിണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. പള്ളിയിൽ നിന്നും പ്രദക്ഷിണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വലിയ പള്ളിയിൽ നിന്നും ചെറിയ പള്ളിയിലേക്കാണ് പെരുന്നാളിൻ്റെ അവസാന ദിവസത്തെ പ്രദക്ഷിണം നടക്കുന്നത്. നല്ല തിരക്കാണ് പ്രദക്ഷിണത്തിന്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ പള്ളിയുടെ കുറേ ക്ലിപ്പിംഗ്സ് എടുത്ത് പള്ളിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വെച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കഴിഞ്ഞ് പ്രദക്ഷിണം കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഈ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയുടെ അൾത്താരയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. മാതാവിൻ്റെ കിരീടധാരണം കൊത്തിയെടുത്ത് തങ്കത്താളുകൊണ്ട് നിറം പകർന്നിട്ടുള്ള വിശാലമായ അൾത്താരയാണ് ഏറ്റവും വലിയ ആകർഷണം. ശില്പകലാ വൈദഗ്ധ്യവും കലാമേന്മയും തികഞ്ഞ ഈ അൾത്താര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പള്ളി പല പ്രാവശ്യം പുതുക്കി പണിതിട്ടും ഇന്നും മാറ്റമില്ലാതെ വർണ്ണപ്പൊലിമയോടെ നിലകൊള്ളുന്നു. AD 335 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലാണ് അതിരമ്പുഴ പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. അതിരമ്പുഴയിൽ 2 പള്ളികളാണുള്ളത്. ഒന്ന് ചെറിയ പള്ളിയും ഒന്ന് വലിയ പള്ളിയും. വലിയ പള്ളിയുടെ മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1175 വർഷത്തെ പാരമ്പര്യം പേറുന്ന ഈ പള്ളി അമേരിക്കൻ ശില്പകല മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദേവാലയത്തിന് 180 അടി നീളവും 55 അടി വീതിയുമുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ മണിഗോപുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ 3 മണികൾ 1905 ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ധ്യാനിക്കുന്നതിനു വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മണിയടിക്കുന്ന പതിവും ഇവിടെയുണ്ട്. 1929 ജനുവരി 1-ാം തീയതി അതിരമ്പുഴ സെൻറ് മേരീസ് പള്ളിയെ ഫൊറോന പള്ളിയായി ഉയർത്തി. അതുപോലെ പല ആചാരങ്ങളും ഉള്ള പള്ളിയാണ് അതിരമ്പുഴ പള്ളി. ബധിരർക്കും മൂകർക്കുമായി ആംഗ്യഭാഷയിൽ കുർബാന നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക പള്ളിയാണ് അതിരമ്പുഴ പള്ളി. അതുപോലെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപങ്ങളിലെല്ലാം അമ്പുകൾ കാണാം. എന്നാൽ അതിരമ്പുഴ പള്ളിയിലെ തിരുസ്വരൂപത്തിൽ അമ്പുകളില്ലെന്ന പ്രത്യേകതയുണ്ട്. വിശുദ്ധൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന തിരുസ്വരൂപമാണിത്. വലിയ പള്ളിയുടെ മദ്ബഹായിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുസ്വരൂപം ആണ്ടുവട്ടത്തിൽ 2 തവണ മാത്രമാണ് പരസ്യ വണക്കത്തിനായി പുറത്തെടുക്കുന്നത്. അതിരമ്പുഴ തിരുനാളിനോടനുബന്ധിച്ച് ജനുവരി 20 മുതൽ ഫെബ്രുവരി 1 വരെയും പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ദർശന തിരുനാൾ ദിനമായ സെപ്റ്റംബറിലെ 3-ാം ഞായറാഴ്ചയുമാണിത്. അതിരമ്പുഴ, അർത്തുങ്കൽ, കാഞ്ഞൂർ പള്ളികളിലെ തിരുസ്വരൂപങ്ങൾ 1647 ഡിക്രൂസ് എന്ന നാവികൻ പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്നാണ് ചരിത്രം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാരമാണ് ചാണകം മെഴുകൽ നേർച്ച. പരമ്പരാഗത വിശ്വാസത്തിൻ്റെ നേർച്ച സമർപ്പണമായി ചാണകം മെഴുകുന്നത് ഇവിടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ്. സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തിരുസ്വരൂപം കടന്നു പോകുന്ന പാതയിലാണ് ചാണകം മെഴുകൽ നേർച്ച സമർപ്പിക്കുന്നത്. ചെറിയ പള്ളിയിലേക്കുള്ള പടവുകളിലാണ് വിശ്വാസികൾ ചാണകം മെഴുകുന്നത്. അർദ്ധരാത്രി കഴിയുന്നതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചാണകം മെഴുകാൻ എത്തിത്തുടങ്ങും. നേരം പുലർന്നാലും ഭക്തർ എത്തിക്കൊണ്ടിരിക്കും. രോഗശാന്തി, സന്താനലബ്ധി എന്നിവയ്ക്ക് വേണ്ടിയാണ് വിശ്വാസികൾ നേർച്ച സമർപ്പണം നടത്തുന്നത്. അതുപോലെ തന്നെ പള്ളിയുടെ കരിങ്കൽ കുരിശിനുമുണ്ട് പ്രത്യേകത. 18-ാം ശതാബ്ദത്തിൻ്റെ ആരംഭത്തിൽ പള്ളിയുടെ 8 പട്ടമായി ഒരു കോൽ പൊക്കത്തിൽ തറകെട്ടി അത്രയും വീതിയിൽ പടികളും നിർത്തി മധ്യേ തൂണുകളും അതിൽ കരിങ്കൽ വിളക്കുകളും സ്ഥാപിച്ച് 12 കോൽ പൊക്കത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കരിങ്കൽ കുരിശ് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളതാണ്. വെള്ളിയാഴ്ച ദിനങ്ങളിൽ
ഈ കരിങ്കൽ കുരിശിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ചുറ്റുവിളക്കിൽ എണ്ണയൊഴിക്കുന്നത് ഇവിടുത്തെ വലിയൊരു നേർച്ചയാണ്. അതിരമ്പുഴ പള്ളി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ളതാണെങ്കിലും ഇവിടുത്തെ പ്രധാന തിരുനാൾ ജനുവരിയിൽ ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയാണ്. ജനുവരി 19 കൊടിയേറി ഫെബ്രുവരി 1 8 പെരുന്നാൾ സമാപിക്കുന്നത്. 20 തീയതി രാവിലെ 7 വലിയ പള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം ചെറിയ പള്ളിയിലേക്ക് ആഘോഷമായി കൊണ്ടുപോകുന്നു. ജനുവരി 19 മുതൽ 24 വരെയുള്ള ദേശക്കഴുന്ന് അതിരമ്പുഴയുടെ പ്രത്യേകതയാണ്. 24 വൈകിട്ട് 5 മണി വരെ തിരുസ്വരൂപം ചെറിയ പള്ളിയിലായിരിക്കും പ്രതിഷ്ഠിച്ചിരിക്കുക. 24 വൈകുന്നേരം 5:15 വലിയ പള്ളിയിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വിഖ്യാതമായ നഗരപ്രദക്ഷിണം നടക്കും. പ്രദക്ഷിണ മധ്യേ ചെറിയ പള്ളിയിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രദക്ഷിണവും കൂടിച്ചേർന്ന് ഒന്നായി വലിയ പള്ളിയിലേക്കെത്തും. 20ഓളം തിരുസ്വരൂപങ്ങൾ ഈ പ്രദക്ഷിണത്തിൽ ഉൾപ്പെടുന്നു. തീവട്ടി, ആലവട്ടം, വെഞ്ചാമരം, ചുരുട്ടി മുതലായ അനവധി അകമ്പടി കൂട്ടങ്ങളുമായാണ് നഗരപ്രദക്ഷിണം നടക്കുക. ഇവയെല്ലാം പഴയ മർത്തോമ നസ്രാണികളുടെ പാരമ്പര്യമനുസരിച്ചാണ്. ഇതും തിരുനാളിൻ്റെ പൗരാണികത വിളിച്ചോതുന്നു. അതുപോലെ തന്നെ അതിരമ്പുഴയിലെ വെടിക്കെട്ട് വളരെ പ്രധാനമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ടുകളിൽ ഒന്നാണ് അതിരമ്പുഴ വെടിക്കെട്ട്. ജനുവരി 25 തീയതി പെരുന്നാൾ സമാപിക്കും. 25 വൈകുന്നേരം നടക്കുന്ന പ്രദക്ഷിണത്തിനും അനേകായിരങ്ങൾ പങ്കെടുക്കുന്നു.
പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇവിടെ കാർണിവൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാൾ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.